മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 402ആയി. മണ്ണിനടിയിൽ നിന്നും ചാലിയാറിൽ നിന്നും അടക്കം കണ്ടെടുത്തവയിൽ 180 ശരീരഭാഗങ്ങളാണ്. അതേസമയം ഔദ്യോഗിക കണക്കനുസരിച്ച് മരണസംഖ്യ 222 180 പേരെ ഇനിയും കണ്ടെത്താനുമുണ്ട്. തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളിലെ 8 ഇന്നലെ സംസ്കരിച്ചു. ശേഷിച്ച മൃതദേഹങ്ങളുടെ സംസ്കാരം ഇന്ന് നടക്കും. ഇന്നത്തെ തിരച്ചിലിൽ ചൂരൽമല വില്ലേജ് റോഡിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇന്നലെ ചാലിയാർ പുഴയിൽ തിരച്ചിലിനിടെ കണ്ടെത്തിയ മൃതദേഹം ഹെലികോപ്റ്ററിൽ മേപ്പാടിയിലെത്തിച്ചു. ബേലി പാലത്തിന് അപ്പുറത്തെ തിരച്ചിലിനായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം ഇന്ന് നിജപ്പെടുത്തിയിരുന്നു. 12 സോണുകളിലായി 50 പേർ വീതമുള്ള സംഘങ്ങളായിട്ടാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ തിരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി തിരച്ചിൽ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിന്റെ തീരുമാനം. ചാലിയാർ പുഴയോട് ചേർന്ന 9 വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഇന്നലെ തിരച്ചിൽ നടന്നത്. ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ 91 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വീട് നഷ്ടപ്പെട്ട 2514 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അതേസമയം ഒരിടത്തും തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല എന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. തെറ്റായ വിവരങ്ങൾ ഒരിക്കലും നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഡൽഹിയിൽ നിന്ന് 4 കഡാവർ ഡോഗ്സ് കൂടി തിരച്ചിലിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവയടക്കം 15 കഡാവർ ഡോഗ്സ് സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. പലയിടത്തു നിന്നും വരുന്ന സിഗ്നലുകൾ മേജർ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണ്. അന്വേഷണത്തിൽ പഴുതടച്ചുള്ള സംവിധാനമാണ് ആലോചിക്കുന്നത്. ഒരു സംവിധാനത്തിന്റെയും അന്വേഷണവും തിരച്ചിലും അവസാനിപ്പിച്ചിട്ടില്ല. പുതിയ കേന്ദ്രങ്ങളെ കൂടി ആലോചിച്ചുകൊണ്ട് തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. മിസ്സിംഗ് കേസുകൾ 2016 നിന്നും 180 കുറഞ്ഞിട്ടുണ്ട്. ഇനി പുതുതായി ഏതെങ്കിലും കേസുകൾ ഉയർന്നു വന്നാൽ അതുകൂടി പരിശോധിക്കും. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കുകയാണ് പ്രധാന ദൗത്യമെന്ന് മന്ത്രി രാജൻ പറഞ്ഞു. ഇതിനായി അങ്കണവാടി, ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം തേടും. ഇന്നലെ ആളുകൾ കണ്ടെത്തിയ മൃതദേഹം രാവിലെ എയർലിഫ്റ്റ് ചെയ്തുവെന്ന് മന്ത്രി രാജൻ പറഞ്ഞു. ചാലിയാർ കേന്ദ്രീകരിച്ച് വ്യത്യസ്തമായ തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്ന് ബോധ്യമായി. അതിനായി NDRFന്റെ കൂടി സഹായം തേടുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.